പരാതി ന്യായമാണോ? പരാതി ന്യായമാണ്. കാരണം ഈ ജെ ചിഞ്ചുറാണി ആയാലും GR അനിൽ ആയാലും അവരൊക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് സാധാരണക്കാരൻ്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അല്ലാതെ വലിയ വ്യവസായങ്ങളെക്കുറിച്ചൊന്നുമല്ല അവർ പറയുന്നത്. അവർക്ക് ഭക്ഷണം, ഒന്ന് മൃഗങ്ങളുടെ കാര്യമാണ്, മൃഗസംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ. മറ്റേതാണെങ്കിൽ നേരിട്ട് ജനങ്ങൾക്ക് വിപണിയിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് GR അനിലിന് പറയാനുള്ളത്. വെറുതെയല്ല മന്ത്രി കൈ കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇവിടെയൊന്നും കിട്ടിയില്ല എന്ന് CPIയുടെ മന്ത്രിമാർ പറയുമ്പോൾ അതിൽ ന്യായമുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ പക്ഷം. അതിന് ചില കാരണങ്ങളുണ്ട്. ബജറ്റിൽ വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ളത് ജെ ചിഞ്ചുറാണി പറയുന്നത് ശതമാന കണക്ക് വെച്ചുകൊണ്ടാണ്. അത് നമ്മൾ ബജറ്റിലേക്ക് വിശദമായി വന്നു കഴിഞ്ഞാൽ ആ ശതമാന കണക്ക് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വെട്ടിക്കുറച്ചു എന്നാണ് ജെ ചിഞ്ചുറാണി പറയുന്നത്. ഇതിലിപ്പോൾ കൃഷി മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് ആലപ്പുഴയിൽ നമ്മൾ കാണുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ജെ ചിഞ്ചുറാണി പറഞ്ഞ ക്ഷീരവികസന മേഖല എന്ന ഹെഡറിൽ 100ാമത്തെ ഐറ്റമായി ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കാം. ക്ഷീരവികസന മേഖലയ്ക്കായി 2024-25 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിരിക്കുന്നത് 109.25 കോടി രൂപയാണ്. അതായത് 109 കോടി 25 ലക്ഷം രൂപ മാത്രം. അതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് അങ്ങനെ ഒരു പദ്ധതിയാണ്. ആ പ്രോജക്റ്റിന് 11 കോടി 40 ലക്ഷം. ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് സഹായമായി 22 കോടി 55 ലക്ഷം രൂപ. ആകെ ഒറ്റ പാരഗ്രാഫാണുള്ളത് ക്ഷീരവികസനം എന്ന ഹെഡറിൽ. പിന്നെ എങ്ങനെയാണ് ജെ ചിഞ്ചുറാണി മൃദുഭാവത്തിൽ പ്രതികരിക്കുക? ആ ഒരു ചോദ്യം കൂടുതൽ പറയാനുണ്ട്. അത് ദില്ലി യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമെന്ന് മന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. കൃഷി മന്ത്രിയുടെ പ്രതികരണം വളരെ ലൈറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ കൃഷിമന്ത്രി ഈ അനുനയ ശ്രമങ്ങൾ നടക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംസാരിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇതിൽ ഉയർന്നിരുന്നു. അപ്പോൾ ഓരോ പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൃഷിയുടെ കാര്യം, കാർഷിക മേഖലയ്ക്ക് വാർഷിക പദ്ധതിയിൽ കൊടുത്തിരിക്കുന്നത് 1698 കോടിയാണ്. പിന്നെ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യശൃംഖല ആധുനികവൽക്കരണം വലിയ പ്രോജക്റ്റാണ്. അത് പുതിയ പദ്ധതിയാണ്. ബാങ്കിന്റെ വായ്പ അതിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. 5 വർഷം കൊണ്ട് ചെലവിടാൻ ഉദ്ദേശിക്കുന്നത് 2365 കോടിയാണ്. ഈ നടപ്പ് വർഷത്തിൽ അതിനുമുണ്ട് 100 കോടി. അവിടെയാണ് അപ്പോൾ ഈ 109 കോടി മാത്രമുള്ള ഒറ്റ പാരഗ്രാഫിനെ കുറിച്ച് ജെ ചിഞ്ചുറാണി കലഹിക്കുന്നത്. അതിനപ്പോൾ കാരണമുണ്ട്. വിളപരിപാലനത്തിന് 535, നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ 93 കോടി, വിഷരഹിത പച്ചക്കറി 78 കോടി, നാളികേര വികസന പദ്ധതി 65 കോടി, അങ്ങനെ പോകുന്നു. പല ഹെഡറുകളാണ്. 3-4 പേജുകളുമുണ്ട്. അപ്പോൾ കൃഷിമന്ത്രിയുടെ പരിഭവം പറച്ചിൽ കുറഞ്ഞു നിന്നതിന് കാരണം ഇപ്പോൾ വ്യക്തമായല്ലോ. ഇനി തിരിച്ച് ഇവരുടെ പരാതിയിലേക്ക് തന്നെ വരാം. ഇതിൽ 4 മന്ത്രിമാർ, CPIയുടെ 4 മന്ത്രിമാർ, ആ 4 മന്ത്രിമാർക്കും ബജറ്റിൽ അവഗണന നേരിട്ടത് വെച്ച് നോക്കുമ്പോൾ, തട്ടിച്ചു നോക്കുമ്പോൾ കൃഷി വകുപ്പിനാണ് കുറച്ചെങ്കിലും കിട്ടിയിട്ടുള്ളത്. മറ്റു 3 പേർക്കും അവഗണന നേരിട്ടിട്ടുണ്ട്. സപ്ലൈകോയുടെ കാര്യത്തിലേക്ക് വരാം. സപ്ലൈകോ 3000 കോടിയിലേറെ രൂപയുടെ നഷ്ടത്തിലാണ് ഇപ്പോൾ ഓടുന്നത്. അത് ആ സപ്ലൈകോയുടെയോ അല്ലെങ്കിൽ ആ മന്ത്രിയുടെയോ വകുപ്പ് മന്ത്രിയുടെയോ വകുപ്പിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ കെടുകാര്യസ്ഥതയൊന്നും കൊണ്ടല്ല, സർക്കാരിന്റെ നയമനുസരിച്ച് വിപണിയിൽ ഇടപെട്ട് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടമാണ്. അതായത് പിണറായി സർക്കാരിന് 2ാം ഊഴം കിട്ടുന്നതിന് പ്രധാനപ്പെട്ട കാരണമായ കിറ്റ്, കരുതലിന്റെ കിറ്റ്, ആ കിറ്റ് വിതരണം ചെയ്തതിന്, പിന്നെ നെല്ല് സംഭരിച്ചത്, പിന്നെ മില്ലുടമകൾക്ക് നൽകിയത്, ഈ ഹെഡറുകളിലെല്ലാമായിട്ടാണ്. എന്നിട്ട് 1 രൂപ പോലും ഈ ബജറ്റിൽ സപ്ലൈകോയ്ക്ക് മാറ്റിവെക്കാത്തത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇക്കാര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ആശാവഹമല്ല എന്ന് പറഞ്ഞത്. കാരണം വിപണിയിൽ ഇടപെടേണ്ട സപ്ലൈകോയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഈ ബജറ്റിൽ പ്രഖ്യാപിക്കാത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില അത് എങ്ങനെയാണ് ക്രമീകരിക്കാൻ പോകുന്നത്? അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു പ്രഖ്യാപനവും ബജറ്റിൽ കാണുന്നില്ല. അത് മന്ത്രിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദില്ലി സമരത്തിനായി ഇപ്പോൾ ഡൽഹിയിലാണ് GR അനിൽ ഉള്ളത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ലെങ്കിലും അത് മന്ത്രിസഭാ യോഗത്തിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലോ സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ധനവകുപ്പിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് ഒരു ഒഴുക്കൻ മട്ടിലാണ്. ഒരു വകുപ്പിനെയും അവഗണിച്ചില്ല. ഓരോ മന്ത്രിമാർക്കും താല്പര്യം ഉണ്ടാകുമല്ലോ ഞങ്ങളുടെ വകുപ്പിന് കൂടുതൽ കിട്ടാൻ. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതാണ് എന്ന രീതിയിലാണ് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരായാലും മന്ത്രിയായാലും പറയുന്നത്. പക്ഷേ ഇതിൽ മുന്നണിയിലെ 2ാം കക്ഷിയാണ്, പ്രതിപക്ഷമല്ല പറയുന്നത്, BJP അല്ല പറയുന്നത്. മുന്നണിയിലെ 2ാം കക്ഷിയായ CPI പറയുന്നത് ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട ഇടങ്ങളെ അവഗണിച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജെ ചിഞ്ചുറാണി പരസ്യ പ്രതികരണത്തിലേക്ക് വന്നു. പക്ഷേ അവർ ഒരുപാട് അങ്ങോട്ട് തുറന്ന് പറഞ്ഞില്ലെങ്കിലും ജെ ചിഞ്ചുറാണിയിൽ നിന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇന്നുണ്ടായത്. അപ്പോൾ അത് കാര്യമായി തന്നെ എടുക്കേണ്ടതുണ്ട് എന്നതാണ് ആദ്യഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം. Meet the editors.